ഈ മാസം ആരംഭത്തിൽ ചൈനയെ പിടിച്ചുകുലുക്കിയ ദുരൂഹ വൈറസ് ബ്രിട്ടനിലും വലിയ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ജനുവരി 13 വരെയുള്ള കണക്കുകൾ അനുസരിച്ച് ഇംഗ്ലണ്ടിൽ ശ്വാസസംബന്ധിയായ പ്രശ്നങ്ങൾക്ക് പരിശോധനയ്ക്ക് വിധേയരായ 20 പേരിൽ ഒരാൾക്ക് വീതം ഹ്യൂമൻ മെറ്റന്യൂമോ വൈറ അതായത് HMPV ബാധിച്ചിരിക്കുന്നുവെന്നാണ് വ്യക്തമാകുന്നത്. പ്രായം കൂടുതലുള്ളവരെയാണ് ഇത് ഏറ്റവും ഗുരുതരമായി ബാധിച്ചിരിക്കുന്നത്. ശൈത്യകാലത്ത് ഇത്രയധികം പേർക്ക് ഈ രോഗം ബാധിക്കുന്നത് ഇതാദ്യമായെന്ന പ്രത്യേകതയുമുണ്ട്. കൂടാതെ ഡിസംബർ ആരംഭത്തിൽ ആരോഗ്യവകുപ്പ് അധികൃതർ രേഖപ്പെടുത്തിയ രോഗികളുടെ എണ്ണത്തിന്റെ ഇരട്ടിയോളം വരും ഇപ്പോഴുള്ള രോഗികളുടെ കണക്കെന്നത്. യൂറോപ്പിലാകെ ഈ രോഗം ഇപ്പോൾ ആശങ്കയായി മാറിയിരിക്കുകയാണ്. നിലവിൽ ഇംഗ്ലണ്ടിലെ HMPVയുടെ നില അത്ര ഗുരുതരമല്ല എന്നാണ് UK ആരോഗ്യ സുരക്ഷാ ഏജൻസി വെളിപ്പെടുത്തുന്നത്. 8000 സാമ്പിളുകളുടെ പരിശോധനാ ഫലത്തെ അടിസ്ഥാനമാക്കിയാണ് പ്രധാനമായും ഈ നിഗമനത്തിൽ എത്തിയതും. ചൈനയിലെ ആശുപത്രികളിൽ രോഗികൾ നിറഞ്ഞു കവിയുന്ന ദൃശ്യങ്ങളും പുറത്തു വരികയുണ്ടായി. HMPVയെക്കുറിച്ചുള്ള ആശങ്ക ലോകമെങ്ങും പടരുകയാണ് ഇപ്പോൾ. HMPV എന്ന അധികം അറിയാത്ത എന്നാൽ അസാധാരണമല്ലാത്ത ഒരു വൈറസാണ് രോഗബാധയ്ക്ക് കാരണമെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. സാധാരണയായി ഒരു ജലദോഷത്തോളം മാത്രം അപകടകാരിയായ ഈ വൈറസ് പക്ഷേ ചിലരിൽ അതീവ ഗുരുതരമായ രോഗലക്ഷണങ്ങൾക്ക് കാരണമാകുവാനും സാധ്യതയുണ്ട്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇംഗ്ലണ്ടിൽ പരിശോധനയ്ക്ക് വിധേയരായ കുട്ടികളിൽ 7% പേരിൽ HMPVയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. മാസാരംഭത്തിൽ ഇത് 10%. കുട്ടികളിൽ രോഗബാധ കുറയുമ്പോൾ വൃദ്ധരിൽ അത് വർദ്ധിച്ചു വരികയാണെന്നതാണ് നിലനിൽക്കുന്ന പ്രശ്നം. അടുത്തിടെ ആശുപത്രികളിലെ പരിശോധനയ്ക്ക് വിധേയരായ 80 വയസ്സിന് മേൽ പ്രായമുള്ളവരിൽ 7.3% പേർ HMPV ബാധിതരാണെന്ന് സ്ഥിരീകരിക്കുകയുണ്ടായി. ഡിസംബർ പകുതിയിലെ കണക്കുകളുമായി താരതമ്യം ചെയ്തു നോക്കിയാൽ ഇത് യഥാർത്ഥത്തിൽ ഇരട്ടിയോളമാണ് വർദ്ധിച്ചതും. 65 മുതൽ 79 വരെ പ്രായമുള്ളവർക്കിടയിൽ രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുകയുണ്ടായി. HMPV എന്ന രോഗം പടരുന്നത് ആശങ്കപ്പെടുത്തുന്ന സാഹചര്യത്തിലാണ് അതിമാരകമായ കുരങ്ങുപനി ബ്രിട്ടനിൽ കണ്ടെത്തിയതായി ആരോഗ്യവകുപ്പ് അധികൃതർ വെളിപ്പെടുത്തുന്നത്. ഇത് ബാധിക്കുന്ന 10-ൽ ഒരാൾ വീതം മരണപ്പെട്ടതെന്നാണ് ഇതിന്റെ ഏറ്റവും ഭയാനകമായ കാര്യം. ഇതുവരെ 7 പേരിലാണ് ബ്രിട്ടനിൽ ഈ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇവർക്ക് എങ്ങനെയാണ് വൈറസ് ബാധ ഉണ്ടായതെന്നത് ഇതുവരെ വ്യക്തമായിട്ടില്ല. ക്ലാഡ് 1B ഇനം ഏറെ മാരകമാണെങ്കിലും ബ്രിട്ടനിൽ വ്യാപകമായി പടരാൻ സാധ്യത തീരെയില്ലെന്നാണ് ആരോഗ്യരംഗത്തെ പ്രമുഖർ പ്രധാനമായും വീക്ഷിക്കുന്നത്. ഈ രോഗം വ്യാപകമായ രീതിയിൽ UK ബാധിക്കില്ലെന്ന വിലയിരുത്തലും നിലനിൽക്കുന്നുണ്ട്. രോഗബാധിതരുമായി അടുത്ത സമ്പർക്കം പുലർത്തിയവരെ കണ്ടെത്തി നിരീക്ഷണ വിധേയരാക്കുകയും ചെയ്തു. രോഗം കൂടുതൽ വ്യാപകമാകാതിരിക്കുന്നതിനുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം. കഴിഞ്ഞ ഒക്ടോബർ 27-നാണ് ബ്രിട്ടനിലെ ആദ്യ കുരങ്ങുപനി സ്ഥിരീകരിച്ചിരുന്നത്.